തിരുവനന്തപുരം നഗരം ഇപ്പോൾ ഉറങ്ങാറില്ല. ക്രിസ്മസിന്റെ ആഘോഷങ്ങളും ന്യൂ ഇയറിനെ വരവേൽക്കാൻ നമ്മുടെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ ഒന്ന് അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ട് നോക്കിയാലും വെളിച്ചം മാത്രം. നിങ്ങൾ ഈ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ ഒരു സ്പോട്ട് നോക്കി നടക്കുകയാണോ? എങ്കിൽ മടിക്കണ്ട, നേരെ വിട്ടോ നമ്മുടെ കനകക്കുന്നിലേക്ക്. തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്രഹ്മാണ്ഡമായ വസന്തോത്സവം ഇതാ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കനകക്കുന്നിന്റെ ഗേറ്റിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വെറുമൊരു ലൈറ്റ് ഷോ എന്നല്ല ഇതിനെ വിളിക്കേണ്ടത്. വെളിച്ചത്തിന്റെ ഒരു മായാ ലോകം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണ ഹൈലൈറ്റ് എന്താണെന്നോ, ലണ്ടനിലെ ക്രിസ്മസ് തെരുവുകളെ ഓർമ്മിപ്പിക്കുന്ന യൂറോപ്യൻ സ്ട്രീറ്റ് മോഡലുകളാണ്. തലയ്ക്ക് മുകളിൽ നക്ഷത്രങ്ങൾ തൂങ്ങി നിൽക്കുന്നത് പോലെയുള്ള ആർക്കുകളും തിളങ്ങി നിൽക്കുന്ന മരങ്ങളും കാണുമ്പോൾ നമ്മൾ കേരളത്തിലാണോ അതോ വിദേശത്താണോ എന്ന് സംശയിച്ചു പോകും. നൈറ്റ് വൈബ് ആസ്വദിച്ച് നടക്കാൻ ഇതിലും പറ്റിയ വേറൊരു സ്ഥലമില്ല. ഇനി ലൈറ്റുകൾ കണ്ട് കണ്ണു നിറഞ്ഞെങ്കിൽ നമുക്ക് പൂക്കളുടെ ലോകത്തേക്കൊന്ന് ഇറങ്ങാം. പേര് പോലെ തന്നെ ഇതൊരു യഥാർത്ഥ വസന്തോത്സവമാണ്. 35,000-ലധികം ചെടികളാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത്. 8,000-ഓളം വെറൈറ്റി ജമന്തി പൂക്കൾ, ഡാലിയ, പെറ്റൂണിയ, ഓർക്കിഡുകൾ, പിന്നെ നമ്മുടെ നാട്ടിൽ അത്ര സാധാരണമല്ലാത്ത തുലിപ്സ് വരെ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പൂക്കൾക്ക് നടുവിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ അത് നേരിട്ട് അനുഭവിച്ച് തന്നെ അറിയണം. ഫാമിലിയായിട്ട് വന്ന് ഫോട്ടോ എടുക്കാനും ഇൻസ്റ്റഗ്രാമിൽ റീൽ ചെയ്യാനും ഇതിലും മികച്ച ഫ്രെയിമുകൾ വേറെ കിട്ടില്ല. ഇത്രയൊക്കെ ആഡംബരങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും ടിക്കറ്റ് റേറ്റ് നല്ല കൂടുതലായിരിക്കുമെന്നല്ലേ. എന്നാൽ തെറ്റി. വെറും 50 രൂപയാണ് മുതിർന്നവർക്കുള്ള ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് അതിലും കുറവാണ്. ഈ 50 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് ലാഭമെന്ന് പറഞ്ഞാൽ പോരാ, അതൊരു വമ്പൻ ലോട്ടറിയാണ്. പിന്നെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് കുറയ്ക്കാൻ ഇത്തവണ അടിപൊളി സിസ്റ്റമാണ്. കയ്യിൽ ക്യാഷ് ഉള്ളവർക്ക് ഒരു ലൈനും ഫോൺ പേ, ഗൂഗിൾ പേ വഴി പേ ചെയ്യുന്നവർക്ക് മറ്റൊരു ലൈനുമാണ്. അതുകൊണ്ട് ക്യൂ കണ്ട് പേടിക്കേണ്ട, പെട്ടെന്ന് തന്നെ അകത്ത് കയറാമെന്ന് വിചാരിക്കുകയേ വേണ്ട. ടിക്കറ്റ് എടുക്കാൻ തന്നെ കുറച്ചധികം സമയമെടുക്കും. അത്രത്തോളം ആളുകളാണ് ഇപ്പോഴിവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാത്രി 10:00-ക്ക് ശേഷം ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കില്ല. കാഴ്ചകൾ മാത്രമല്ല, ചെറിയ രീതിയിലുള്ള ഫുഡ് സ്റ്റാളുകളും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് റൈഡുകളും അകത്തുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം വന്നാൽ രാത്രി വരെ ബോറടിക്കാതെ സമയം ചെലവഴിക്കാം. ഈ ന്യൂ ഇയർ നിങ്ങൾ തിരുവനന്തപുരത്താണുള്ളതെങ്കിൽ കനകക്കുന്നിലെ വസന്തോത്സവം ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വെളിച്ചവും പൂക്കളും നല്ല തണുത്ത കാറ്റുമൊക്കെയായി ഒരു മാജിക്കൽ നൈറ്റ് നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാം. ജനുവരി 4 വരെ ഈ ഒരു ലൈറ്റ് ഷോ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്.